എന്നിട്ടാണ് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ പിടിച്ചത് ചാടി എന്ന് പറയുന്ന അത്ഭുതം. മറ്റേ ടാർസൻ്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല. ടാർസൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഗോവിന്ദസ്വാമി ചാടിയത്. എല്ലാ സൗകര്യം, എല്ലാ സഹായം ചെയ്തു കൊടുത്തു. അവിടെ പ്രതികളാണ് ഭരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതികളാണ് ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരയിടുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഇതല്ല സിസ്റ്റം, അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സിസ്റ്റം ഇതായിരുന്നു. അതാണ് സംഭവിച്ചത്. അന്വേഷിക്കേണ്ടതാണ്. ഇ ഡിയിൽ നടക്കുന്നത് മുഴുവൻ അതാണല്ലോ. ഇ ഡിയിൽ അന്വേഷിക്കുക, അത് സെറ്റിലായല്ലേ, കേസ് സെറ്റിലായല്ലേ, പ്രശ്നമൊന്നുമില്ല. ഇ ഡി ആയിട്ട് അല്ല, എൻ്റെ ചോദ്യം ഒറ്റയുള്ളൂ, ആ ചോദ്യത്തിന് മറുചോദ്യമുള്ളൂ. ഇ ഡിയും വിജിലൻസുമായിട്ട് സെറ്റിലായില്ലേ, സെറ്റിൽമെൻ്റ് ആയില്ലേ, അത്രയും വിചാരിച്ചാൽ മതി. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ, ഞങ്ങൾക്കാണ് അത്ഭുതമില്ലാത്തത്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമോ. ഇ ഡിയും വിജിലൻസും തമ്മിൽ സെറ്റിൽമെൻ്റായി, ഒരു കുഴപ്പമില്ല, ഒരു വഴക്കമില്ല. അവർ തമ്മിൽ നിങ്ങൾ നോക്കിയാൽ മതിയത്. നേതാവ് വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. പ്രതികളാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് എന്നാണ് വി ഡി സതീശന്റെ ഇപ്പോഴത്തെ പ്രതികരണം. കണ്ണൂർ സെൻട്രൽ ജയിൽ വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് പ്രതികളാണ് എന്നാണ്. വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെയും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷം. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതികൾക്ക് ആവശ്യമുള്ളതെല്ലാം ഏറ്റവും മുന്തിയ ബ്രാൻഡഡ് മൊബൈൽ അടക്കം പ്രതികൾക്ക് ലഭിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ട്. ഗോവിന്ദസ്വാമിയും സർക്കാരിൻ്റെ സഹായിയായിരുന്നു, സർക്കാരിൻ്റെ ചങ്ങാതിയാണ് എന്ന് അറിഞ്ഞില്ല, ഇപ്പോഴാണ് അതറിഞ്ഞത് എന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്.